നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ വീഡിയോ NDA ആൻഡ് NA എക്സാമിനെ കുറിച്ചാണ്. NDA എന്ന് പറഞ്ഞാൽ നാഷണൽ ഡിഫൻസ് അക്കാഡമി ആൻഡ് നേവൽ അക്കാഡമി എക്സാം. ഒരു പരിശീലനം ഒട്ടേറെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഞാൻ എല്ലാ വർഷവും പോകാറുണ്ട്. +2 കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ഇത്തവണ ആരൊക്കെയാണ് NDA എക്സാം എഴുതുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടികൾ മുഖത്തോട് മുഖം നോക്കും. പലർക്കും NDA ആൻഡ് NA എക്സാമിനെ കുറിച്ച് അറിവില്ല. അറിയാവുന്നവർ തന്നെ ഇത് നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് പറഞ്ഞ് അവർ റൈറ്റ് ഓഫ് ചെയ്യുക. അവർക്ക് കീമിനെ കുറിച്ച് അറിയാം, നീറ്റിനെ കുറിച്ച് അറിയാം, BSc നഴ്സിംഗിനെ കുറിച്ചും ഒക്കെ അറിയാം. പക്ഷേ NDA ആൻഡ് NA എക്സാമിനെ കുറിച്ചിട്ട് അവർക്ക് അറിയില്ല. സൗജന്യമായ ഭക്ഷണം, സൗജന്യമായ താമസം, സൗജന്യമായ യൂണിഫോം, സൗജന്യമായ പഠനം, ഇതെല്ലാം കഴിഞ്ഞില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് സ്ഥിരം നിയമനം, അതും കമ്മീഷൻ റാങ്കിൽ ഇന്ത്യൻ ആംഡ് ഫോഴ്സിൽ. ഇതുപോലൊരു ഒരു എക്സാമിനെ കുറിച്ച് ആൾക്കാരെ ബോധവൽക്കരിക്കുക, പ്രത്യേകിച്ച് +2 പഠിക്കുന്ന കുട്ടികൾ അവരുടെ പാരൻസിനെയൊക്കെ അത് അറിയിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ വീഡിയോ എക്സ്ക്ലൂസീവായിട്ട് NDA NA എക്സാമിന് വേണ്ടി ചെയ്യുന്നത്. ഈ എക്സാമിനേഷൻ 2 വർഷം നടത്താറുണ്ട് UPSC. രണ്ടാമത്തെ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ 15-ാം തീയതി വന്നു കഴിഞ്ഞു. upsc.gov.in എന്ന സൈറ്റിലെ എക്സാമിനേഷൻ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂൺ 4-ാം തീയതി വൈകുന്നേരം 6 മണിയാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ഈ വീഡിയോ കഴിയുന്നത്ര കുട്ടികളിലേക്കും അവരുടെ പാരൻസിലേക്കും, അത് +2 പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ പാരൻസിലൊക്കെ ആയിട്ട് അയച്ചു കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ തുടങ്ങിയല്ലേ. നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്ക് 370 വേക്കൻസിയും നേവൽ അക്കാഡമിയിലേക്ക് 34 വേക്കൻസിയും ടോട്ടൽ 404 വേക്കൻസികളിലേക്കാണ് ഇപ്പോൾ ആപ്ലിക്കേഷൻസ് കോൾ ഫോർ ചെയ്തിരിക്കുന്നത്. ഡീറ്റെയിൽ ആയി പറഞ്ഞാൽ ആർമി 208, നേവി 42, എയർഫോഴ്സിലേക്ക് 120, ഏഴിമല നേവൽ അക്കാഡമിയിലേക്ക് 34, അങ്ങനെ ടോട്ടൽ 404 വേക്കൻസികളിൽ 27 വേക്കൻസികൾ പെൺകുട്ടികൾക്കായി നീക്കിവെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവ ആൺകുട്ടികൾക്കാണ്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായി www.upsconline.nic.in എന്ന സൈറ്റിൽ ഒരു തവണ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട്. 1 ടൈം രജിസ്ട്രേഷൻ. ഒരിക്കൽ ചെയ്തവർ വീണ്ടും ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ ചെയ്യേണ്ടതില്ല. ജൂൺ 4 വൈകിട്ട് 6 മണിക്കുള്ളിൽ upsconline.nic.in എന്ന സൈറ്റിലൂടെ ഓൺലൈനായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ഇനി നമുക്ക് എലിജിബിലിറ്റിയെക്കുറിച്ച് സംസാരിക്കാം. +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പഠനം പൂർത്തിയാക്കിയവർക്കും എക്സാം എഴുതാവുന്നതാണ്. +2വിന് ഏത് വിഷയങ്ങൾ പഠിച്ചാലും ആർമിയിലേക്ക് അപ്ലൈ ആവുന്നതാണ്. എന്നാൽ നേവിയിലേക്കും എയർഫോഴ്സിലേക്കും അപ്ലൈ ചെയ്യണമെങ്കിൽ ഫിസിക്സും മാത്സും നിർബന്ധമായും +2വിൽ പഠിച്ചിരിക്കണം. 2024 രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം അപേക്ഷകർ 2006 ജനുവരി 2-നും 2009 ജനുവരി 1-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. പൊതുവെ പറഞ്ഞാൽ 15.5 വയസ്സിനും 18.5 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് NDAക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 2 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും. മാത്സിന് 300 മാർക്ക്, ജനറൽ എബിലിറ്റി പേപ്പറിന് 600 മാർക്ക്. തെറ്റായ ഉത്തരം എഴുതിയാൽ പെനാൽറ്റി ഉണ്ടായിരിക്കും. 2 പേപ്പറിനും 2.5 മണിക്കൂർ വീതം സമയമുണ്ട്. എന്നുവെച്ചാൽ ഒരു ദിവസം മുഴുവൻ എക്സാമായിട്ട് പോകും, രാവിലെ ഉച്ചയ്ക്കുമായിട്ട്. കേരളത്തിൽ കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം എന്നീ നഗരങ്ങളിൽ എക്സാം സെൻറ്റേഴ്സ് ഉണ്ടാവും. എക്സാം സെപ്റ്റംബർ 1-ന് ആരംഭിക്കും. പരീക്ഷയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് സർവീസസ് സെലക്ഷൻ ബോർഡ് SSBയുടെ ടെസ്റ്റും ഇൻ്റർവ്യൂവും ഉണ്ട്. 2-നും കൂടി മാക്സിമം മാർക്സ് 900. സക്സസ്ഫുൾ കാൻഡിഡേറ്റ്സിന് 3 വർഷത്തെ ട്രെയിനിങ് ഉണ്ട്. ട്രെയിനിങ് കഴിയുമ്പോൾ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി നൽകുന്ന BTech ഓർ BSc ഓർ BA ഡിഗ്രി ലഭിക്കും. അടുത്തത് സ്പെഷ്യൽ ട്രെയിനിങ് ആണ്. സ്പെഷ്യൽ ട്രെയിനിങ് കാലയളവിൽ ഫിക്സഡ് സ്റ്റൈഫൻഡായി 56,100 രൂപ ലഭിക്കുന്നതാണ്. സ്പെഷ്യൽ ട്രെയിനിങ് കഴിയുന്നവർക്ക് ആർമിയിലാണെങ്കിൽ ലെഫ്റ്റനൻ്റ് ആയും, നേവിയിലാണെങ്കിൽ സബ് ലെഫ്റ്റനൻ്റ് ആയും, എയർഫോഴ്സിൽ ഫ്ലൈയിങ് ഓഫീസറായും നിയമനം ലഭിക്കും. സ്ഥിരം നിയമനം ലഭിക്കുന്നതോടെ ഉയർന്ന ശമ്പളവും ലഭിക്കും. അപ്പോൾ +2 പഠിക്കുന്ന കുട്ടികളും അവരുടെ പാരൻസും കേൾക്കാൻ വേണ്ടി ഞാനിത് പറയുകയാണ്. ഈ +2 കഴിഞ്ഞ കുട്ടികൾ ഏത് പ്രൊഫഷണൽ കോഴ്സിന് പോയാലും ലക്ഷങ്ങൾ ചിലവല്ലേ. ഫുഡ്, അക്കോമഡേഷൻ, യൂണിഫോം, കൺവേയൻസ്, പിന്നെ ട്യൂഷൻ ഫീ. അപ്പോൾ ഇതൊക്കെ നല്ല കൂട്ടി വെക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് വരും. ഈ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയാലോ പിന്നെ ജോലി അന്വേഷിച്ച് നമ്മൾ വ്യാപാര നടക്കുകയും വേണം.
അതേസമയം ഇന്ത്യ ആൻഡ് എൻ എക്സാം ക്ലിയർ ചെയ്താൽ ഇതെല്ലാം ഫ്രീ ആണെന്നുള്ളതാണ്. മാത്രമല്ല 2 ലക്ഷം രൂപ സ്കോളർഷിപ്പായിട്ട് കേരള ഗവൺമെന്റിലായിട്ട് ലഭിക്കുകയും. അപ്പൊ എന്താ, ഒന്ന് ശ്രമിച്ചു നോക്കിയല്ലേ? ശ്രമങ്ങൾ പരാജയപ്പെട്ടോട്ടെ, ശ്രമിക്കാൻ പരാജയപ്പെടരുത്. ലക്ഷക്കണക്കിന് കുട്ടികൾ എഴുതുമായിരിക്കും, പക്ഷേ തീവ്രമായ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ ഈ ഇന്ത്യ ആൻഡ് എൻ എക്സാമിനേഷൻ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതുള്ളൂ. ഈ പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് വാങ്ങിക്കാം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അത് കണ്ടു കഴിഞ്ഞാൽ അറിയാം, ക്വസ്റ്റ്യൻ്റെ നേച്ചറും അതിൻ്റെ സ്റ്റാൻഡേർഡും ഒക്കെ മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് സ്വന്തമായി പഠിക്കാൻ പറ്റുമെന്ന് നോക്കുക. പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, നല്ലൊരു എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ, ഇന്ത്യ ആൻഡ് എന്നെ കോച്ചിങ് കൊടുക്കുന്ന സ്ഥലങ്ങൾ, അവിടെ പോവുക, പഠിക്കുക, ശ്രമിക്കുക. തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുക ചെയ്യും. ഓർക്കുക, യു ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ ഫ്യൂച്ചർ. ഓൾ ദ ബെസ്റ്റ്.